മാന്യ പ്രേക്ഷകർക്ക് എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട നടി ആക്രമണ കേസിൻ്റെ വിധി കേട്ടു. വിധി വളരെ കൗതുകപൂർവമായൊരു വിധിയായിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ഗൂഢാലോചനക്കാർ രക്ഷപ്പെട്ടു എന്നതാണ് ഇവിടെ വസ്തുത. ഈ കേസിൻ്റെ നാൾവഴികളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാവുകയാണ്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന തത്വം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾക്ക് തോന്നാം. ഈ കേസിലെ വിചാരണയിൽ ഒന്നാമത് MP PT തോമസിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഈ കേസ് പുറത്ത് വന്നത് തന്നെ. അതോടൊപ്പം തന്നെ ഈ കേസിലെ വിചാരണയിൽ ഉടനീളം പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചും മറ്റും കോടതിയുമായി തർക്കമുണ്ടായി അവർ രാജിവെച്ച് പുറത്തു പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സാധാരണ ഒരു ജഡ്ജി 3 വർഷം കൊണ്ട് മാറേണ്ട ഈ ജഡ്ജി തന്നെ 6 വർഷം കൊണ്ടാണ് കോടതി ഇത് കേട്ട് ഈ കേസ് വിധിച്ചത്. ഓക്കെ, മുന്നോട്ട് ഇനി അപ്പീൽ കാര്യങ്ങളുണ്ടെങ്കിലും അതോടൊപ്പം അതിജീവിത തന്നെ പറഞ്ഞു, എനിക്ക് കോടതിയിൽ നീതി കിട്ടുമെന്ന് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് അതിജീവിത തന്നെ പറഞ്ഞു. അതിജീവിതയുടെ തെറ്റുപോലെയാണ് ചില മാധ്യമങ്ങളും ചില ആൾക്കാരും ഇതിനെ വ്യാഖ്യാനിച്ചത്. ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനെ കൊള്ളസംഘവും ഗുണ്ടാസംഘവും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ച് അതിന് ഗൂഢാലോചന ചെയ്തത് അതിൽ അതിജീവിതയ്ക്ക് എന്ത് പ്രാധാന്യം? കോടതിയിലെ വിചാരണ വേളകളിലും മറ്റുള്ളതിലും ഒക്കെ അതിജീവിത വളരെയധികം ദുഷ്കരമായാണ് കണ്ടത്. സപ്പോർട്ടിന് പകരം സപ്പോർട്ടില്ലായ്മയാണ് കണ്ടത്. ഗുണ്ടാസംഘങ്ങളും കൊള്ളസംഘങ്ങളും മഫിയ സംഘങ്ങളും എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും ചെയ്ത് അതോടൊപ്പം തന്നെ പണമുള്ളവർക്ക് വേണ്ടിയുള്ള വക്കീലന്മാർ തന്നെ വിചാരണ നേരിടത്തക്ക വിധത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപവും ഉണ്ടായി. ഇതൊരു താൽക്കാലിക വിജയമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. മുന്നോട്ടും നീതിയുക്തമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇനി അപ്പീൽ കോടതികളുണ്ട്. ഗവൺമെൻറ് തന്നെ അപ്പീൽ പോകുമെന്ന് പറയുന്നു. സുപ്രീം കോർട്ടുണ്ട്. തെളിവുകൾ ശേഖരണമുണ്ട്. ഗൂഢാലോചനയുണ്ടെങ്കിൽ ആ ഗൂഢാലോചന ആരാണ് നടത്തിയതെന്ന് പുറത്തു വരണ്ടേ? ഇത്രയും കാലം അന്വേഷിച്ചിട്ടും ഒരു അന്വേഷണത്തിന് ഒരു വ്യക്തതയില്ലാതെ ഉള്ള ഗൂഢാലോചനക്കാരാണ് കൂടുതൽ തെറ്റ് ചെയ്തത്. നിരപരാധികളെ പറഞ്ഞു പറ്റിച്ച് പണവും വാഗ്ദാനം ചെയ്ത് ഗൂഢാലോചന നടത്തി പറഞ്ഞു വിടുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ നീതിയുടെ വഴിക്ക് പോകുമെന്ന് ആശിക്കാം. ദിലീപ് പ്രതിയാണോ അല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. അത് നമുക്കറിയത്തില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് വിധിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് കോടതി വിധിയെ കുറ്റം പറയാൻ പറ്റില്ല. തെളിവുകൾക്കാണ് അവിടെ പ്രാധാന്യം. തെളിവ് നശിപ്പിക്കപ്പെട്ടോ ഗൂഢാലോചന നടത്തിയോ പണം കൊടുത്തോ സ്വാധീനിച്ചോ ഭീഷണിയോ അതൊന്നും കോടതിയെ ബാധിക്കുന്നില്ല. കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നു. ആ വിധിയാണ് ഇപ്പോൾ കണ്ടത്. 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. ഡയറക്റ്റ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, മറ്റുള്ളവർ രക്ഷപ്പെട്ടു. ഇത്രയും കാലം അന്വേഷിച്ച പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും ഒക്കെ അന്വേഷിച്ചിട്ടും ഒരു ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനോ ഒന്നും സാധിച്ചില്ല എന്ന് പറയുന്നത് നീതിപീഠത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോസിക്യൂഷൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു അപര്യാപ്തതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ മാധ്യമ വിചാരണയൊന്നും കോടതിക്ക് പ്രശ്നമല്ല. ഇനി ആരാണ് ഗൂഢാലോചന നടത്തിയതെങ്കിലും അതിനകത്ത് പ്രതി പറയുന്നുണ്ട്, ഇത് ഒരു കൊട്ടേഷനാണ്, സഹകരിക്കുക, നിങ്ങൾ പറയുന്നവിടെ ഇറക്കി വിടാം, കൊട്ടേഷനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആരുടെ കൊട്ടേഷനാണെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും കാര്യമാണ്. അവരാണ് അത് ചെയ്യേണ്ടത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ വിധി ദിനം വന്നു. ഇത് എല്ലാവരും ഒരുവിധം പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയായിരുന്നു. ഇങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളൂ എന്ന് അതിജീവിത തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതിലെ വൈരുദ്ധ്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതൊരു താൽക്കാലിക നടപടി മാത്രമാണ്. ഇനി മേൽക്കോടതികളിൽ അന്വേഷണം വരുന്നത് നമ്മൾക്ക് കാണാം. മേൽക്കോടതികൾ ഇന്ന് തീരുമാനിക്കട്ടെ, അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിക്കും. എന്തായാലും സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് നേരെ നടന്ന ഒരു ചോദ്യചിഹ്നമായിരുന്നു ഈ
കൊട്ടേഷൻ ആക്രമണവും പീഡനവും അതിൻ്റെ ചിത്രീകരണവും അതിൻ്റെ നാൾ വഴികളും ഒക്കെ. എന്തായാലും ഇത്രയും സത്യം അന്വേഷണത്തിലൂടെ കണ്ടെത്തി മുന്നോട്ട് വരട്ടെ, തെളിയിക്കട്ടെ. അതേപോലെ അതിജീവിത കോടതി മാറ്റണമെന്ന് പറഞ്ഞു. അത് ഗവൺമെൻറ് അതിന് നിന്നില്ല, കോടതി മാറിയില്ല. അതൊക്കെ വിരൽ ചൂണ്ടുന്നത് അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ലഭിച്ചോ എന്നുള്ള ഒരു സംശയത്തിലേക്കാണ്. ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. തൽക്കാലം ദിലീപും ഗൂഢാലോചനക്കാരും അല്ലെങ്കിൽ ആരൊക്കെയെങ്കിലും രക്ഷപ്പെട്ടു എങ്കിലും പൂർണ്ണമായി രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. നീതിന്യായ വ്യവസ്ഥയുടെ ഇതനുസരിച്ച് 1000 അപരാധികൾ രക്ഷപ്പെട്ടാൽ ഒരു നീതിമാൻ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള വസ്തുത ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. തൽക്കാലം CID മൂസ രക്ഷപ്പെട്ടു. ഇനി CID മൂസ പൂർണ്ണമായി രക്ഷപ്പെടുകയോ ഇല്ലയോ ഒന്നും നമുക്ക് മുൻകാലങ്ങളിൽ കാണാം എന്ന് പബ്ലിക് കാണാം. എന്തായാലും മാത്രം ഇത് എന്തും പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നിവാസ കളി അത്ര എളുപ്പത്തിൽ നടക്കൂല എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. അത് ശക്തമായ ഇടപെടലുകൾ മൂലമാണ് ഇത് കേസ് വെളിയിൽ വന്നത് തന്നെ. അല്ലെങ്കിൽ അതുപോലും ഉണ്ടായിരുന്നില്ല. അതുതന്നെ ഉണ്ടാകുകയുണ്ടായിരുന്നില്ല. കുറ്റവാളികൾ നിഷ്പ്രയാസം എല്ലാവരും രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അതാണ് ഈ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കോടതിയുടെ വിചാരണ വേളയിൽ തന്നെ കോടതിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി. പ്രഗത്ഭരായ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് മാറി നിന്നത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടമായ കാര്യങ്ങളാണ്. അതേപോലെ കോടതിക്ക് ഇപ്പോൾ ആരുടെ അഭിപ്രായമൊന്നും നോക്കി വിധിക്കാൻ പറ്റില്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നു. അങ്ങനെയുള്ളൊരു വിധിയായിട്ട് നമ്മൾക്ക് കാണാം. സത്യമേവ ജയത, സത്യം ജയിച്ചോ എന്നുള്ളതൊന്നും ഇവിടെ പറയാൻ കഴിയുകയില്ല. സത്യമാണോ ജയിച്ചത്, അസത്യമാണോ ജയിച്ചത് എന്നുള്ളത് ഇനി മുൻകാലങ്ങളിൽ കേസിൻ്റെ മെറിറ്റ് അനുസരിച്ചറിയും. എന്താണെങ്കിലും ഒരു സ്ത്രീരത്നത്തോട് ചെയ്ത അപരാധം അതൊരു സ്ത്രീ തന്നെ വിധിച്ചു. ഒരു സ്ത്രീയായിട്ടുള്ള ഒരു പ്രമുഖ അഡ്വക്കേറ്റ് തന്നെ അത് വാദിച്ചു. എങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് ഒരു പൂർണ്ണ സംതൃപ്തമായ ഒരു വിധിയാണ് ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. എല്ലാവരും അവരുടേതായ ആംഗിളുകളിലും വസ്തുതകളിലും കാര്യങ്ങൾ കാണുന്നു. എന്താണെങ്കിലും ഇനി മുന്നോട്ട് അപ്പീൽ പോകുമെന്നും ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലുമൊക്കെ ശക്തമായ വാദപ്രതിവാദങ്ങളും അന്വേഷണങ്ങളും വിചാരണയും ഒക്കെ ഉണ്ടാകുമെന്നും നമുക്ക് കരുതാം. കാവലാകുന്ന നീതിപീഠം ഇത് സമൂഹത്തിനും ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ളതായ അശരണർക്ക് നീതി കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിജീവിതയ്ക്ക് തന്നെ കാര്യക്ഷമമായ വിശ്വാസം ഇല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രമുഖരായ അഭിഭാഷകൻ തന്നെ ആരോപണ വിധേയനായി. അഭിഭാഷകർക്കിടയിൽ തന്നെ വ്യത്യസ്തത വന്നു. എങ്ങനെ അവസാനം ഇത്രയും കാലം കൂടി വിധി വന്നു. കേരള സമൂഹം വളരെ ആകാംക്ഷപൂർവ്വം ശ്രദ്ധിച്ചിരുന്നിരുന്ന ഈ വിധി, ജനങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നത് ഇത് സമൂഹത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു. 261 സാക്ഷികളും 833 രേഖകളും ഒക്കെ പഠിച്ച് ഉള്ള ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ട് ഉള്ള വിധിയായിരുന്നു. പക്ഷെ നിഷ്പക്ഷമായിട്ടുള്ള വിധിയാണോ നിഷ്പക്ഷമായിട്ടുള്ളൊരു വിധിയാണോ എന്ന് ഹയർ കോടതികളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്താണെങ്കിലും ഇത് വിധി സമൂഹത്തിന് ഒരു പാഠമാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു.